വെൽക്കം ടു NBC ജ്യോതിഷം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇടവരാശിക്കാരുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും നമുക്കിന്ന് കാണാം. ഇപ്പൊ ഇടവരാശി എന്ന് പറഞ്ഞാലേ കാലപുരുഷന്റെ രണ്ടാമത് രാശിയാണ്. ഇതിന്റെ അധിപൻ ശുക്രൻ. അപ്പൊ ശുക്രൻ എന്ന് പറഞ്ഞാലേ ഇവർക്ക് അഴക്, അതായത് സൗന്ദര്യം, പിന്നെ പെർഫെക്ഷൻ, അതായത് ഒരു എന്തായിരുന്നാലും അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ അതിൽ വെക്കുന്നത് നീറ്റ്, പിന്നെ അവരുടെ അഴക്, അതായത് സൗന്ദര്യം, മോർ ബ്യൂട്ടിഫുൾ. എന്ത് കാര്യമായാലും അത് പെർഫെക്ഷൻ മാത്രമല്ലാതെ അതിൽ കുറച്ച് മനോഹരമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കുന്നതാണ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഇവര് അമ്മയുടെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹത്തിലുള്ള പേഴ്സൺ ആണ്. അതായത് അമ്മ എന്ന് പറഞ്ഞാൽ ജീവനായിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഇവരുടെ അമ്മയ്ക്കും അങ്ങനെയായിരിക്കും ഈ ഇടവരാശിക്കാരുടെ അടുക്ക്. എന്തായാലും ഫാമിലി ഓറിയന്റഡ് പേഴ്സൺ ആയിരിക്കും. ഇവർ എന്ത് കാര്യം ചെയ്താലും അത് ഫാമിലിയിൽ ചോദിച്ചിട്ട് അത് ഫാമിലിക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെ, അങ്ങനെ പറയുന്ന ക്യാരക്ടർ ആയിരിക്കും ഈ ഇടവരാശിക്കാരിൽ. ഇവർക്കെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരില്ല. ആ ദേഷ്യം വന്നാൽ അതൊരു എക്സ്ട്രീം ലെവലായിട്ട് അങ്ങ് പോകും. പിന്നെ അത് അച്ഛൻ പറഞ്ഞിട്ടും അമ്മ പറഞ്ഞിട്ടും അനിയന്മാർ പറഞ്ഞിട്ടും ചേട്ടന്മാർ പറഞ്ഞിട്ടും അവർ കേൾക്കത്തില്ല. അവർ തന്നെ ആ പ്രശ്നത്തിനെ സോൾവ് ചെയ്ത് അവർക്ക് എന്തുകൊണ്ട് ഡിപ്രഷൻ ഉണ്ടായോ അത് അവർ തന്നെ അതിൽ റീസോൾവ് ആയാലേ ഉണ്ട്. അത് മേ ബി ടേക്ക് ഇറ്റ് ടൈം 2 days or 3 days മോർ ദാൻ ആകും. പക്ഷെ എന്നാലും അവരുടെ പ്രശ്നത്തിന് അവരൊരു സൊല്യൂഷൻ കണ്ടാലേ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഇവർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ മേൽപോക്ക് ചിന്തയായിരിക്കും. അതായത് നമ്മൾ താഴോട്ട് ഇവർക്ക് ഇങ്ങനെ താഴെ നോക്കുന്ന ക്യാരക്ടറേ അല്ല. എന്തായാലും നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നോർമലായിട്ടൊരു പേഴ്സൺ ആണെങ്കിൽ ഓക്കെ കിട്ടിയത് കൊണ്ട് സന്തോഷപ്പെടുന്ന ക്യാരക്ടർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത്രയും മതി, ഇന്ന് ഇത്രയും മതി എന്ന്. പക്ഷെ ഇവരെന്ന് പറഞ്ഞാൽ ഇപ്പം എന്റെ കയ്യിൽ ഒരു ഓടി കാർ ഉണ്ടെങ്കിൽ നാളെ എനിക്ക് ഒരു എന്താ പറയാ റോൾസ് റോയൽ കാർ മേടിക്കണം, അങ്ങനത്തെ ചിന്ത ഉള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. എല്ലാത്തിനെയും മോർ ബെറ്റർ. അതായത് ഇപ്പൊ ഒരു സാധനം മേടിക്കാൻ ഷോപ്പിൽ പോയെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്നതിൽ ബെസ്റ്റ് എന്താ അത് മേടിച്ചിട്ട് വരും. അതായത് ഇത് ഇപ്പൊ ഞാനത് മേടിച്ചിട്ട് പോയാൽ മറ്റുള്ളവരുടെ കയ്യിൽ അത് ഇരിക്കരുത്, എന്റെ കയ്യിൽ മാത്രമേ ഞാൻ ഇത് വെച്ചിരിക്കണം. എല്ലാവരും ചോദിക്കണം ഇത് നിങ്ങൾ എവിടെ നിന്ന് മേടിച്ചു, ഇത് അങ്ങനെ ചോദിക്കുന്നതൊക്കെ അവർ ഭയങ്കര ഇഷ്ടമായി. കാരണം പിന്നെ ഇവർക്ക് സ്വർണം എന്ന് പറഞ്ഞാൽ ന്യൂ ഡിസൈൻ, ന്യൂ കളക്ഷന്, ഡയമണ്ട്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. അത് ആണാലും ശരി പെണ്ണാലും ശരി ഇവർ ഒരുപാട് അങ്ങനെ ജ്വൽസ് ഇടുന്നത് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇവർക്ക്. ഇപ്പൊ ഒരു ഫംഗ്ഷനിൽ പോയാൽ ഇവർ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സ് കണ്ടിട്ട് മറ്റുള്ളവർ ചോദിക്കണം, അതായത് നിങ്ങൾ ഇത് എവിടെ നിന്ന് മേടിച്ചത്, അങ്ങനെ ചോദിച്ചാൽ ഇവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതായത് ഈ ഡ്രസ്സ് കൊള്ളാലോ. ഇവർ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സ് പോലും ഒരു യൂണിക് പാറ്റേൺ ആയിരിക്കും. അതായത് നോർമലായിട്ട് എല്ലാവരും അതായത് അവർ തന്നെ അത് ഡിസൈൻ അവരുടെ ഓൺ ഡിസൈൻ പാറ്റേണിൽ മാക്സിമം ഇരിക്കും. ഇപ്പൊ ടൈലർ അടുത്ത് ചെന്ന് അവരുടെ മൈൻഡിലിരിക്കും, ആ ഡിസൈൻ മൈൻഡിലിരിക്കും. എന്നിട്ട് ഇന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവർ സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോൾ ഇത് ഡിസൈന് ന്യൂ പേട്ടേൺ ആണോ എന്ന് ചോദിക്കുന്ന വെർഷനിലിരിക്കും. അപ്പൊ ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കൊള്ളാം നമ്മളെ ചോദിച്ചു അങ്ങനെ പറഞ്ഞ്. ഇവരുടെ ചിന്താധാരരൊക്കെ എപ്പോഴും നെക്സ്റ്റ് ലെവലിൽ പോകണം, പിന്നെ ഹയർ പൊസിഷനിൽ പോകണം. ഇവർ എന്ത് ചെയ്താലും സ്ലോ ആൻഡ് സ്റ്റഡി അങ്ങനെ ചെയ്യത്തുള്ളൂ. അതായത് പോകുന്നത് പോക്ക് സ്ലോ ആയിരിക്കും, എന്നാൽ സ്റ്റഡി ആയിരിക്കും. ഇപ്പൊ ഈ അഖിലത്ത് ഉലകം കാക്കുന്ന ശിവനാണ്. അപ്പൊ ശിവന്റെ മുന്നിരിക്കുന്നതാണ് നന്ദി. അപ്പൊ ആ നന്ദി ഈ ചെയ്തികൾ എല്ലാ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കൊടുക്കുന്ന രാശിയാണ് ഇത്. അതായത് ഇപ്പൊ ലോകത്തില് നമുക്കൊരു ചെയ്തി മറ്റുള്ളവരുടെ കാതിൽ കേട്ട് അറിയണമെങ്കിൽ ഇവരുടെ ഈ രാശിയുടെ ഹെൽപ്പ് വേണം. അതാണ് ഇങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്, എല്ലാവർക്കും ന്യൂസ് കളക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇവര് അഖില ഉലകത്തെ കാക്കുന്ന ശിവന്റെ അടുത്തേക്ക് നന്ദിയാവുന്നുണ്ട്. ഇവർക്കും ഈ കുടുംബ ഭാരത്തിനെ കുറച്ച് ഇളുക്കുന്ന കാര്യം, അതായത് ഇപ്പൊ എന്റെ അമ്മ അച്ഛനെ നോക്കുന്ന അല്ലാതെ ചിലപ്പോൾ അനിയത്തിയോ ചേച്ചിയോ ചേട്ടനെ നോക്കുന്ന ഒരു ഭാരം കൂടെ ഇവരുടെ ഹെഡിലിരിക്കും. എന്നാൽ ഇവർ അത് ഫീൽ ചെയ്യത്തില്ല. ഇവർ മാത്രം മുന്നിൽ ചെയ്ത് പോയാൽ ഇവരുടെ പിന്നിൽ വരുന്ന അനിയനോ ചേട്ടനോ വരുന്ന അവരെയും കൂടെ ഫിൽ ചെയ്യാൻ നോക്കും. ഞാനിത് മാത്രം സെൽഫായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഓക്കെ അല്ല, അവരും കൂടെ വന്നോട്ടെ അങ്ങനെ പറയുന്ന ഒരു കപ്പാസിറ്റി ഇവരുടെ അടുത്ത് കാണും. പിന്നെ ഇവരുടെ ലവ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഓരുയിർ ഈരുടൽ പോലെ ഒരു പ്രേമായിരിക്കും. അതായത് ഭയങ്കര ക്ലോസ് ടു ഇവരുടെ സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. അതായത് ഇവർക്ക് എന്തെന്ന് പറഞ്ഞാൽ എപ്പോൾ നോക്കിയാലും പാമ്പറിങ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇവരുടെ പാർട്ട്ണർ പാമ്പറിങ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ല ലവർ ആണെങ്കിൽ അപ്പോനന്റ് എന്റെ ഇഷ്ടാനുസാരങ്ങളൊക്കെ നോക്കണം, എനിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അത് നീ നേടിത്തരണം, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. ലവ് മാരേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായി. അതായത് ഇവർക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും നെക്സ്റ്റ് ലെവല്, അതായത് ഞാൻ പറയില്ല പക്ഷെ നീ തന്നെ ചോദിക്കണം, അങ്ങനത്തെ ഒരു കപ്പാസിറ്റി മൈൻഡിലിരിക്കും. അപ്പം ഇവരെ കാണുമ്പോഴത്തേക്കും ഒരു വശീകര തോറ്റമുണ്ട്. ഈ ഇടവരാശിയിലുള്ളവരെ കാണുമ്പം ആരായാലും ഒന്ന് നിന്ന് നോക്കും. അങ്ങനത്തെ ഒരു ഗ്ലാമർ ബോഡി ലാംഗ്വേജ് ആയിരിക്കട്ടെ, അല്ല അവരുടെ സ്റ്റൈല്, അവരുടെ സംസാര രീതി, എല്ലാവരും വളരെ പെർഫെക്ഷനാണ്.
ഈ സിനിമ ഡിപ്പാർട്ട്മെന്റില് ഈ നടനം, ഇസൈ, നാട്യം ഇതിലെല്ലാം ഒരുപാട് ഇൻട്രസ്റ്റ് ആയ ഒരു പേഴ്സൺ ആണ്. ഇപ്പം മേ ബി ഇവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലെങ്കിൽ ഇവരത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവർക്ക് പ്രോസസ്സ് എല്ലാവരും പറയും ജോലിക്കൊന്നും പോകുന്നില്ല, ഇവനെ കൊണ്ട് ഒന്നും പറ്റില്ല, നീ അവാർഡ് വാങ്ങിക്കാൻ ഒരു പെർഫെക്ഷനായ പേഴ്സൺ അല്ല, യു ആർ നോട്ട് എലിജിബിൾ എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ഇവർക്ക് ഒരു ഗ്രിപ്പ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മതി. അതുകൊണ്ട് ഇവർ പിടിച്ച് കയറി നെക്സ്റ്റ് ലെവലിൽ പോയി ഇവര് ടോപ്പ് മോസ്റ്റ് ലെവലിൽ എത്തും. അതായത് ഫോർ ഒരു 50 മില്യൺ ഫോളോവേഴ്സ് ഇരിക്കുന്ന അക്കൗണ്ടൊക്കെ പോകുന്നത് ഈ ഇടവരാശിക്കാരനാണ്. അതായത് അങ്ങനെ ഇവർ ഫേമസ് ആവും. കിട്ടിയാൽ ഇവർ സ്പീഡ്, അതായത് അതുവരെ സ്ലോ ആയിരിക്കുവാണെങ്കിൽ ഇവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ആ ഗ്രിപ്പ് കൊണ്ട് ഇവർ കയറി ഏത് ഏറ്റത്തിലും പോയി സക്സസ് എന്താണെന്ന് വെച്ച് ഇവർ കാണാൻ പറ്റും. അപ്പൊ ഇവരുടെ മാരേജ് ലൈഫ് എന്ന് വരുമ്പം ഇവർക്ക് പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ഇവരുടെ ലൈഫ് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇവർ പാമ്പറിങ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനത്തെ ഒരു പാർട്ണർ ഞാനൊന്നും ചോദിക്കില്ല, നീയായിട്ട് എല്ലാം അറിഞ്ഞ് എനിക്ക് ചെയ്യണം, അങ്ങനെ വിചാരിക്കുന്ന ഒരു ക്യാരക്ടറിൽ ഒരു മെന്റാലിറ്റിയോട് ഒരു പേഴ്സൺ വരുവാണെങ്കിൽ ഇവർക്ക് ഓക്കെ. പിന്നെ ജോബ് ഒക്കെ നോക്കിയാൽ സെലക്ടിങ് ആയിരിക്കും. ഇപ്പം ഒരു ബോസ് ഒന്ന് പറഞ്ഞെന്ന് വെച്ചാൽ അതിൽ ഓക്കെ ആണെങ്കിൽ അവര് അത് ക്ലിയർ ചെയ്ത് കൊടുക്കും. അതായത് നമ്മളിപ്പം ഇവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് ഇവർ ഫസ്റ്റ് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഷൂട്ടിങ്ങിലായാലും ഡയറക്ടർ എന്താണോ ആവശ്യപ്പെടുന്നുണ്ട് ഇവർ അത് ക്യാപ്ചർ ചെയ്യും. അത് ആദ്യം ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ അവരുടെ പോക്ക് ഇവർ മനസ്സിലാക്കിയിട്ട് ഓക്കെ ഇതാണ് എൻ്റെ അടുത്തിരുന്ന് ഈ ഡയറക്ടർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് എന്നിട്ട് അവർ അത് ക്യാപ്ചർ ചെയ്ത് എഗെയിൻ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഇവർ വളരെ പെർഫെക്ഷനായിട്ട് അതൊക്കെ ചെയ്ത് കളയും. ഇവർക്ക് പൈസ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. അപ്പൊ അതായത് ഇപ്പൊ 1 രൂപ ഉണ്ടെങ്കിൽ ആ 1 രൂപ എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ആ 1 2 ആക്കണം, 2 4 ആക്കണം എന്ന് വിചാരിക്കുന്ന ചിന്താഗര ഇവരാണ്. അക്കൗണ്ട് കീപ്പിംഗ്, അതായത് എൻ്റെ റിലേഷൻഷിപ്പ് ആയിരിക്കട്ടെ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ആയിരിക്കട്ടെ എപ്പോഴും ഇവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പം ഈ അക്കൗണ്ട് സ്റ്റേറ്റസ് കുറച്ച് താഴെ വന്നാലേ ഇവർ ഒരുപാട് സങ്കടത്തിൽ പോകും. അതായത് ഇവരെ കൊണ്ട് ആരും ഇവർ പറയില്ല എൻ്റെ അക്കൗണ്ട് ബാലൻസ് ഇങ്ങനെ കുറച്ച് ലോ ആയതുകൊണ്ടാണ് ഞാൻ സങ്കടപ്പെടുന്നു. അത് ഇവർ വേറെ പോലെ റിഫ്ലക്ഷൻ ചെയ്യും. അപ്പൊ നമുക്കത് പറയാൻ എന്താന്ന് വെച്ചാൽ ഇവര് ഭയങ്കര ജോളി ആയിട്ടും ഈ ലൈഫിനെ അടുത്ത പാറ്റേണിലും ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടൊക്കെ ഇവർ ഫ്രണ്ട്ഷിപ്പിന്റെ അടുത്ത് ഭയങ്കര പൊസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതായത് പൊസിറ്റീവ് മീൻസ് ഇപ്പൊ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ കൊടുക്കണം, ഗിഫ്റ്റ് ആയാലും ഓക്കെ, അല്ല എന്തായാലും എൻ്റെ അടുത്ത് മാത്രം സംസാരിക്കണം, എൻ്റെ അടുത്ത് മാത്രം നീ ഫ്രണ്ട്ഷിപ്പ് നന്നായിട്ട് കീപ്പ് ചെയ്യണം, അങ്ങനെ വിചാരിക്കുന്നത്. ഇപ്പൊ നീ എൻ്റെ ഫ്രണ്ടാണ്, നീ വേറൊരു അടുത്ത് പോയി ഫ്രണ്ട്ഷിപ്പ് വെക്കരുത്, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ക്യാരക്ടറിലാണ് ഈ ഇടവരാശിക്കാരിൽ. അപ്പൊ ഞാൻ പറഞ്ഞ ക്യാരക്ടർ ഇടവരാശിക്കാരിൽ ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണം, ഇങ്ങനെയൊക്കെ ക്യാരക്ടർ ഞങ്ങൾക്ക് ഉണ്ടോന്ന്. അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കത്തോരോ നെയ്ബേഴ്സോ ഫാമിലി ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ക്യാരക്ടറിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം.